iPhone 15 ആണോ യൂസ് ചെയ്യണേ? അല്ലേ? യെസ്. 16 ഇറങ്ങിയപ്പോൾ ഒന്ന് വാങ്ങിയാൽ കൊള്ളാം, പക്ഷെ ഇപ്പോൾ ക്യാഷ് ഉണ്ടാവില്ല. പക്ഷെ അപ്ഗ്രേഡ് ചെയ്യാൻ ഇഷ്ടമുണ്ട് അല്ലേ? യൂസ് ചെയ്യുന്ന കാറ് എത്ര തവണ ഒരു ഇയർലി നിങ്ങൾ റിപ്പയറിന് കയറ്റും? മിനിമം ഒരു 4-5 അല്ലേ? മെയിൻ്റനൻസും വേറെയും ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ സാഹചര്യം ഉള്ളതുകൊണ്ട് വന്നുകൊണ്ട് ചെയ്യാണെന്ന് തോന്നല്ലേ? കാർ എത്ര കിലോമീറ്റർ ഒരു വർഷം ഓടലുണ്ട്? മാക്സിമം ഒരു 20 ഒക്കെ ആയിരിക്കും നിങ്ങളെ കേസിൽ. പക്ഷെ നിങ്ങളെ ബോഡി ഡെയിലി എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്? ഓൾമോസ്റ്റ് 24 ഹവറും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയും അല്ലേ? നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാശ് കിട്ടിയാലോ എന്ത് കിട്ടിയാലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വി ആർ വെരി ലേസി ടു അപ്ഗ്രേഡ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ അവർ ഹെൽത്ത്. ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നതും അല്ല ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അസുഖം അല്ലെങ്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പാത ഏതോ ഒരു അസുഖത്തിലേക്ക് നമ്മളെ എത്തിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു കണ്ടീഷൻ ഉണ്ട്, അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ അത് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ നമ്മൾ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്ത് കളയും. എന്ന് വെച്ചാൽ അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്ററാണ് അസുഖം വരാതെ അതിനെ മുന്നേ തന്നെ ടേക്ക് കെയർ ചെയ്യാന്നുള്ളത്. അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാന്ന് വെച്ചാൽ ചെറിയ ഇതിപ്പോൾ അവിടെ 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണല്ലോ, നിങ്ങൾക്ക് എന്താ എത്ര പ്രൈസ് എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ അവിടെ ആ ഒരു ഇത് എണ്ണി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങുന്ന കാറ് നിങ്ങൾക്ക് തന്നെ അറിയാം പല ടൈപ്പ് ഓഫ് കാർ ഉണ്ടെന്ന്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് വില കുറഞ്ഞ ഒരു മോഡൽ എടുത്താൽ തന്നാൽ പോരെ? എന്തിനാ നിങ്ങൾ ചിലപ്പോൾ എന്താ പറയുക 12 ലക്ഷത്തിൻ്റെ കാറ് 4 കാറ് ഓടിയാൽ തന്നെ പോരെ? നിങ്ങൾക്ക് വല്ല 6 ലക്ഷത്തിൻ്റെ കാറ് നോക്കിയാൽ പോരെ? എന്തിനാ? കാരണം അവിടെ കൊടുക്കുന്ന ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും, അവിടെ കൊടുക്കുന്ന നിങ്ങളുടെ കംഫർട്ട്നെസ് ഡിഫറൻസ് ഉണ്ടാവും. സോ ആൾക്കാർ എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നതും കോംപ്രമൈസ് ചെയ്യുന്നതും ഒരു കാര്യമാണ് എന്ത്? ഹെൽത്ത്. പക്ഷേ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ വേറെ ഒന്നിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. പറയും നമ്മൾ ഹെൽത്ത് ഈസ് വെൽത്ത്, പക്ഷേ വെൽത്തി ആയിട്ട് നമുക്കത് കൊണ്ടെടുക്കാൻ അറിയില്ല. വി ആർ ഓൾവേസ് പാപ്പർ ഇൻ ഫ്രണ്ട് ഓഫ് എ ഹെൽത്ത്. സോ ഇനിയെങ്കിലും അറ്റ്ലീസ്റ്റ് ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡോണ്ട് ഹെസിറ്റേറ്റ് ചെയ്യേണ്ടതല്ല. ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതല്ല എന്ന് ഞാൻ വീണ്ടും പറയാണ്. നിങ്ങൾ ഉറക്കം റെഡിയാക്കുക, നിങ്ങളുടെ ഫുഡ് പാറ്റേൺസ് റെഡിയാക്കുക, മെഡിസിൻസ് ഇല്ലാതെ എങ്ങനെ നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുക. നമ്മളെ സ്ട്രെസ്സ്, ആൻസൈറ്റീസ്, ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ഹെൽത്തിൽ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.